ഒരു യൂട്യൂബ് ചാനൽ എങ്ങനെ സ്റ്റാർട്ട് ചെയ്യാം, A to Z കാര്യങ്ങൾ എങ്ങനെ കോൺഫിഗർ ചെയ്യാമെന്നാണ് ഈ ഒരു വീഡിയോയിൽ പറയാൻ പോകുന്നത്. വെൽക്കം ടു വൺ ടീം സൊല്യൂഷൻസ്. നാല് സ്റ്റേജുകളിലായിട്ടാണ് യൂട്യൂബ് ചാനൽ ക്രിയേഷൻ പറയാൻ പോകുന്നത്. ഒന്ന്, ഒരു ജിമെയിൽ ID ക്രിയേറ്റ് ചെയ്യുക. ഓൾറെഡി ജിമെയിൽ ID ഉള്ളവരാണെങ്കിൽ അത് യൂസ് ചെയ്താൽ മതി. രണ്ടാമത്, യൂട്യൂബ് ചാനൽ എങ്ങനെയാണ് ക്രിയേറ്റ് ചെയ്യേണ്ടത്. മൂന്നാമതായിട്ട്, ഇതെങ്ങനെ കസ്റ്റമൈസ് ചെയ്യാം. ചാനൽ ആർട്ട്, പ്രൊഫൈൽ പിക്ചർ ഒക്കെ കൊടുത്ത് ബേസിക് ഡീഫോൾട്ട്സ് എല്ലാം കൊടുത്ത് എങ്ങനെയാണ് കസ്റ്റമൈസ് ചെയ്യേണ്ടത്. അതുപോലെ നാലാമതായിട്ട്, വീഡിയോ അപ്ലോഡ് ചെയ്യുന്നത് എങ്ങനെയാണ്. തമ്പനെയിൽ ക്രിയേറ്റ് ചെയ്യുക, ടൈറ്റിൽ കൊടുക്കുക, ടാഗ്സ് കൊടുക്കുക, കാര്യങ്ങളെല്ലാം ചെയ്ത് ഒരു വീഡിയോ എങ്ങനെയാണ് അപ്ലോഡ് ചെയ്യേണ്ടത്. ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു വീഡിയോയിൽ പറയാൻ പോകുന്നത്. അപ്പോൾ ചാനൽ തുടങ്ങുന്നതിന് മുന്നേയായിട്ട് ആദ്യം ചെയ്യേണ്ടത് ഏത് ഒരു നിഷ് ഏരിയയിലാണ് ചാനൽ തുടങ്ങേണ്ടതെന്ന് കണ്ടുപിടിക്കുക. പല ഏരിയകളിൽ നിന്നുള്ള അല്ലെങ്കിൽ പല കാറ്റഗറിയിൽ വരുന്ന വീഡിയോസ് ഒരു ചാനലിൽ ഇടുന്നേക്കാളും നല്ലത് ഓരോ പർട്ടിക്കുലർ ഏരിയയ്ക്ക് വേണ്ടി ഒരു ചാനൽ തുടങ്ങുന്നത് നല്ലത്. അപ്പോൾ ആദ്യം ചെയ്യേണ്ടത് ബ്രെയിൻ സ്റ്റോം ചെയ്യുക. നിങ്ങൾക്ക് കൃത്യമായിട്ട് റെഗുലർ ആയിട്ട് വീഡിയോ ക്രിയേറ്റ് ചെയ്യാൻ പറ്റുന്ന മേഖല ഏതാണെന്ന് കണ്ടുപിടിക്കുക. അതിന് നല്ലൊരു പേര് കണ്ടുപിടിക്കുക. എന്നിട്ട് ആ ഒരു പേര് വെച്ച് ജിമെയിൽ ID ക്രിയേറ്റ് ചെയ്യുക. അങ്ങനെ ചാനൽ ക്രിയേറ്റ് ചെയ്യാൻ ശ്രദ്ധിക്കുക. ജിമെയിൽ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യാനായിട്ട് ആദ്യം ജിമെയിൽ എന്ന് ഗൂഗിളിൽ സെർച്ച് ചെയ്ത് കൊടുക്കുക. ക്രിയേറ്റ് യുവർ ഗൂഗിൾ അക്കൗണ്ട് എന്നൊരു ലിങ്ക് കാണാം, അത് ക്ലിക്ക് ചെയ്യുക. നിങ്ങളുടെ ഫസ്റ്റ് നെയിം, ലാസ്റ്റ് നെയിം, പിന്നെ എന്ത് യൂസർ നെയിമാണ് വേണ്ടത്, ഇത്രയും കാര്യങ്ങൾ എൻ്റർ ചെയ്ത് കൊടുക്കുക. ഞാനപ്പോൾ ഇന്ന് ക്രിയേറ്റ് ചെയ്യുന്നത് ഒരു ട്രാവൽ റിലേറ്റഡ് ആയിട്ടുള്ള ചാനലാണ്. അതുകൊണ്ട് തന്നെ ഞാൻ ഇതിൻ്റെ പേര് റോഡ് ട്രിപ്സ് എന്നാണ് ചാനലിൻ്റെ പേര് കൊടുക്കുന്നത്. ഒരു പാസ്വേഡ് എൻ്റർ ചെയ്യുക. നെക്സ്റ്റിൽ ക്ലിക്ക് ചെയ്യുക. ഒരു ഫോൺ നമ്പർ കൊടുത്ത് നമ്മുടെ ജിമെയിലിൽ വെരിഫൈ ചെയ്യേണ്ടതുകൊണ്ട് ഏതെങ്കിലും മൊബൈൽ നമ്പർ കൊടുക്കുക. അപ്പോൾ മൊബൈൽ നമ്പറിലേക്ക് ഒരു കോഡ് വരും, ആ കോഡ് എൻ്റർ ചെയ്ത് കൊടുക്കുക. ഡേറ്റ് ഓഫ് ബർത്ത് ഏതെങ്കിലും കൊടുക്കുക, ഡേറ്റ് ഓഫ് ബർത്ത് കൊടുക്കുക, ജെൻഡറും ആഡ് ചെയ്ത് കൊടുക്കുക. നെക്സ്റ്റിൽ ക്ലിക്ക് ചെയ്യുക. സ്കിപ്പ് ചെയ്യാവുന്ന സ്റ്റെപ്പ് സ്കിപ്പ് ചെയ്ത് പോവുക. ഐ എഗ്രി ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളുടെ ജിമെയിൽ ID ഇപ്പോൾ ക്രിയേറ്റ് ആയി, അല്ലെങ്കിൽ ഗൂഗിൾ അക്കൗണ്ട് ഇപ്പോൾ ക്രിയേറ്റഡ് ആയി. നമുക്ക് ഈ റൈറ്റ് സൈഡിലുള്ള ഒരു 9 ഡോട്ട്സ് ക്ലിക്ക് കഴിഞ്ഞാൽ നമുക്ക് അവൈലബിൾ ആയിട്ട് എല്ലാം കാണിക്കും. അതിനകത്ത് ജിമെയിൽ എന്ന് പറയുന്ന ലിങ്കിൽ ക്ലിക്ക് ചെയ്യുക. ഇതാണ് നമ്മളുടെ മെയിൽ ഇൻബോക്സ്. ഇനി നമുക്ക് നമ്മുടെ ജിമെയിൽ ID ക്രിയേറ്റ് ആയി. ഇനി നമുക്ക് വേണ്ടത് നമ്മുടെ യൂട്യൂബ് ചാനൽ ക്രിയേറ്റ് ചെയ്യാണ് വേണ്ടത്. യൂട്യൂബ് ചാനൽ ക്രിയേറ്റ് ചെയ്യാനായിട്ട് ക്രിയേറ്റ് യൂട്യൂബ് ചാനൽ എന്ന് ഗൂഗിളിൽ സെർച്ച് ചെയ്ത് കൊടുക്കുക. താഴേക്ക് സ്ക്രോൾ ചെയ്ത് കഴിഞ്ഞാൽ ക്രിയേറ്റ് യൂട്യൂബ് ചാനൽ എന്നൊരു ലിങ്ക് കാണാൻ പറ്റും, അത് ക്ലിക്ക് ചെയ്യുക. നമ്മൾ ഓൾറെഡി ക്രിയേറ്റ് ചെയ്ത ജിമെയിൽ ID വെച്ച് ലോഗിൻ ചെയ്യുക. യൂസർ നെയിമും പാസ്വേഡും കൊടുത്തു കഴിയുമ്പോൾ ഡയറക്റ്റ് നമ്മളുടെ ചാനൽ ക്രിയേറ്റ് ചെയ്യാനുള്ള ഒരു പോപ്പപ്പ് അല്ലെങ്കിൽ ഒരു വിൻഡോ വരും. ഇവിടെ നമ്മുടെ ചാനലിൻ്റെ പേരെന്താണോ വേണ്ടത് ആ പേര് കൊടുക്കുക. ഞാൻ റോഡ് ട്രിപ്സ് തന്നെയാണ് കൊടുക്കുന്നത്. ക്രിയേറ്റ് ചാനൽ എന്ന് കൊടുക്കുക. അപ്പോൾ ഇപ്പോൾ നമ്മുടെ ചാനൽ ക്രിയേറ്റർ ആയി കഴിഞ്ഞു. ഇപ്പോൾ നോക്കിക്കഴിഞ്ഞാൽ കാണാം ഇതിനകത്ത് വേറെ ഡീറ്റെയിൽസ് ഒന്നുമില്ല, ബ്ലാങ്ക് ആയിട്ടുള്ള ചാനലാണ്. ഇനി നമുക്കിത് കസ്റ്റമൈസ് ചെയ്യണം. ചാനൽ കസ്റ്റമൈസ് ചെയ്യാനായിട്ട് കസ്റ്റമൈസ് ചാനൽ എന്ന് പറഞ്ഞിട്ടുള്ള ലിങ്കിൽ ക്ലിക്ക് ചെയ്യുക. ഇപ്പോൾ കസ്റ്റമൈസേഷനുള്ള വിൻഡോ ഓപ്പൺ ആയിട്ട് വരും. അപ്പോൾ ഇതിനകത്ത് നോക്കിയാൽ ഇവിടെ ഒരു ഫീച്ചേർഡ് അല്ലെങ്കിൽ ഒരു ഫസ്റ്റ് ടൈം നമ്മുടെ ചാനൽ ഫസ്റ്റ് ടൈം ഒരാൾ വരുമ്പോൾ കാണിക്കേണ്ട വീഡിയോ ആഡ് ചെയ്യാം. അതുപോലെ ഫീച്ചർഡ് വീഡിയോ നമുക്ക് ലാസ്റ്റ് കാണിച്ചു തരാം എങ്ങനെയാണ് ആഡ് ചെയ്യണം. നമുക്ക് വീഡിയോ അപ്ലോഡ് ചെയ്ത ശേഷം അത് കാണിക്കാം. അതുപോലെ നമുക്ക് ഫീച്ചർഡ് സെക്ഷൻസ് ആഡ് ചെയ്യാൻ പറ്റും. ഇപ്പോൾ ലൈവ് വീഡിയോ വേണം, പ്ലേലിസ്റ്റ് ആയിട്ടോ സിംഗിൾ പ്ലേലിസ്റ്റ് ആയിട്ടോ സബ്സ്ക്രിപ്ഷൻ എന്ത് വേണമെങ്കിലും ആഡ് ചെയ്യാം. അത് നമുക്കൊരു വീഡിയോ ആഡ് ചെയ്ത ശേഷം ആ പാർട്ടിലേക്ക് വരാം. സെക്കൻഡ്, ബ്രാൻഡിങ് എന്ന് പറഞ്ഞ ലിങ്കിൽ പോവുക. നമുക്ക് ഇവിടെ ഒരു പ്രൊഫൈൽ പിക്ചർ കൊടുക്കാം, ബാനർ ഇമേജ് കൊടുക്കാം. അപ്പോൾ ഇത് കൊടുക്കാൻ വേണ്ടി നമുക്ക് നമ്മുടെ ചാനലിൽ തന്നെ ഒരു ബാനർ ഇമേജ് അല്ലെങ്കിൽ ഒരു പ്രൊഫൈൽ പിക്ചർ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി വേറൊരു വെബ്സൈറ്റിൽ പോവുക. നമുക്ക് സിമ്പിളായിട്ട് ഫ്രീ ആയിട്ട് ക്രിയേറ്റ് ചെയ്യാൻ പറ്റിയ വെബ്സൈറ്റ് ഉണ്ട്, canva.com എന്നാണ് സൈറ്റ്. ക്യാൻവയിൽ സെർച്ചിൻ്റെ അവിടെ യൂട്യൂബ് പ്രൊഫൈൽ പിക്ചർ എന്ന് സെർച്ച് ചെയ്ത് കൊടുക്കുക. ഒരുപാട് സാമ്പിൾ വരും. ഇതിൽ ഏതെങ്കിലും ഒരെണ്ണം സെലക്ട് ചെയ്യുക. ഞാൻ തൽക്കാലം ഈ ഒരു ക്രിയേറ്റീവ് സ്റ്റുഡിയോ എന്ന് പറയുന്ന ഈ ഒരു ഇമേജാണ് സെലക്ട് ചെയ്യുന്നത്. ഈ ടെക്സ്റ്റ് മാറ്റാനായിട്ട് ക്രിയേറ്റീവ് സ്റ്റുഡിയോ എന്നുള്ളതിൽ ക്ലിക്ക് കഴിഞ്ഞാൽ നമുക്ക് ആ ടെക്സ്റ്റ് ഈസി ആയിട്ട് മാറ്റാം. ഡബിൾ ക്ലിക്ക് ചെയ്യുക. ക്രിയേറ്റീവ് സ്റ്റുഡിയോ എന്നുള്ളതിന് പകരമായിട്ട് റോഡ് ട്രിപ്സ് എന്ന് ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. നമുക്കിതിൻ്റെ സ്റ്റൈലൊന്ന് ചേഞ്ച് ചെയ്യാം. ഇതിൻ്റെ കളറൊക്കെ ഒന്ന് ചേഞ്ച് ചെയ്തിട്ട് നമുക്ക് കുറച്ചുകൂടെ ഒരു നമ്മളുടെ ചാനലുമായിട്ട് മാച്ച് ചെയ്യുന്ന രീതിയിലുള്ള കളർ പാറ്റേണിലേക്കൊക്കെ ചേഞ്ച് ചെയ്യാം. ബാക്ക്ഗ്രൗണ്ട് കളർ ഒന്നുകൂടെ ഡാർക്ക് ആക്കി കൊടുക്കാം. ഒരു ആരോ ഒക്കെ ഉണ്ട്, ഇതിൻ്റെ കളറും ഒന്ന് ചേഞ്ച് ചെയ്തിട്ട് അതിൻ്റെ സൈസ് ഒന്ന് കുറച്ച് കൂട്ടി കൊടുക്കാം. ഇത് നമുക്ക് ഏത് സ്റ്റൈലിൽ വേണമെങ്കിലും മാറ്റാം. ഓരോരുത്തർ ഇഷ്ടം അനുസരിച്ച് നമുക്ക് എങ്ങനെ വേണമെങ്കിലും മാറ്റാം. അത് വേണ്ടാന്നുണ്ടെങ്കിൽ നമുക്ക് വേണമെങ്കിൽ ഡിലീറ്റ് ചെയ്ത് കളയാം. ഇത്രയും ചേഞ്ചസ് ചെയ്ത് കഴിഞ്ഞു. ഇനി ഞാൻ ഇത് ഡൗൺലോഡ് ചെയ്യുകയാണ്. PNG ആയിട്ട് ഡൗൺലോഡ് ചെയ്യാം. ഇപ്പോൾ പ്രൊഫൈൽ പിക്ചർ ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്കൊരു ബാനർ ഇമേജ് വേണം, അല്ലെങ്കിൽ യൂട്യൂബിൻ്റെ ചാനൽ ആർട്ട് ക്രിയേറ്റ് ചെയ്യണം. വീണ്ടും ക്യാൻവയിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് ടെംപ്ലേറ്റിനകത്ത് പോയി കഴിഞ്ഞാലും കിട്ടും. ടെംപ്ലേറ്റിനകത്ത് പോയി കഴിഞ്ഞാൽ താഴോട്ട് സ്ക്രോൾ ചെയ്ത് കഴിഞ്ഞാൽ യൂട്യൂബ് ചാനൽ ആർട്ട് എന്നൊരു ലിങ്ക് ഉണ്ട്, അതിൽ ക്ലിക്ക് ചെയ്യാം. ഇല്ലെങ്കിൽ സെർച്ച് ചെയ്ത് കൊടുത്താലും മതി. ഇവിടെ ഒരുപാട് അവൈലബിൾ ആയിട്ട് ടെംപ്ലേറ്റ്സ് കാണിക്കുന്നുണ്ട്. ട്രാവൽ റിലേറ്റഡ് ചാനൽ ആയതുകൊണ്ട് ഞാൻ ട്രാവൽ എന്നും കൂടെ ഒന്ന് സെർച്ച് ചെയ്ത് കൊടുക്കണം. അപ്പോൾ കുറച്ചുകൂടി ഈസി ആയിരിക്കും നമുക്ക് കസ്റ്റമൈസ് ചെയ്യാനായിട്ട്. നമുക്ക് ഏതൊരു ടെംപ്ലേറ്റ് വേണമെങ്കിലും യൂസ് ചെയ്യാം.
ഞാൻ തൽക്കാലം ഇതിനകത്ത് ദി വാണ്ടർ എന്ന് പറയുന്ന ഈ ഒരു ടെംപ്ലേറ്റ് ആണ് സെലക്ട് ചെയ്യുന്നത്. കസ്റ്റമൈസ് ദിസ് ടെംപ്ലേറ്റ് ഓപ്ഷൻ കൊടുക്കുക. ഞാൻ ബാക്ക്ഗ്രൗണ്ട് ഇമേജ് ഒന്നും മാറ്റുന്നില്ല, ജസ്റ്റ് ടെക്സ്റ്റ് മാത്രം മാറ്റിയിട്ട് ഇവിടെ റോഡ് ട്രിപ്സ് എന്നുള്ള പേര് മാത്രം മാറ്റി കൊടുക്കുന്നുള്ളൂ. ഇതും ഒരു PNG ആയിട്ട് ഡൗൺലോഡ് ചെയ്തെടുക്കുക. ഇനി നേരെ നമ്മളുടെ ചാനലിൽ പോവുക. ഇതുപോലെ ബാനർ ഇമേജും ചേഞ്ച് ചെയ്യുക. ഇപ്പം നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഇതിനകത്ത് ഓരോ ഡിവൈസിലുള്ള വ്യൂ എങ്ങനെയാണ് കാണും. TV-യിലാണെങ്കിൽ എങ്ങനെയായിരിക്കും നമ്മൾ ചാനൽ കാണിക്കുന്നത്, അല്ലെങ്കിൽ ഡെസ്ക്ടോപ്പിൽ എങ്ങനെയാണ്, മൊബൈൽ ബാക്കി ഡിവൈസുകൾ എങ്ങനെയാണെന്ന് കാണിക്കും. ഇപ്പോൾ നമ്മൾ ചാനലായിട്ടും പ്രൊഫൈൽ പിക്ചറും കൊടുത്തു. ഇനി നമുക്ക് ബേസിക് ഇൻഫോയ്ക്ക് അത് കുറച്ചുകൂടെ ഡീറ്റെയിൽസ് ആഡ് ചെയ്ത് കൊടുക്കാം. ചാനലിൽ ഡിസ്ക്രിപ്ഷൻ ആഡ് ചെയ്യാം. ഇത്രയും ഡീറ്റെയിൽസ് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ ചാനൽ പബ്ലിഷ് എന്നുള്ള ലിങ്കിൽ ക്ലിക്ക് ചെയ്യുക, വ്യൂ ചാനലിൽ ക്ലിക്ക് ചെയ്യുക. ഇപ്പോൾ നമ്മുടെ ചാനലിലൊരു ചാനൽ ആർട്ട് വന്നു, പ്രൊഫൈൽ പിക്ചർ വന്നു, ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ എബൌട്ട് അസ് നമ്മൾ ഡീറ്റെയിൽസ് ഒക്കെ ആഡ് ചെയ്ത് കഴിഞ്ഞു. ഇപ്പോൾ കസ്റ്റമൈസേഷൻ പാർട്ട് നമ്മൾ ഓൾമോസ്റ്റ് കംപ്ലീറ്റ് ചെയ്തു. ഇനി നമുക്ക് 1-2 സെറ്റിംഗ്സ് കൂടെ ചെയ്യാനുണ്ട്. അതിന് ഡാഷ്ബോർഡിൽ താഴോട്ട് സ്ക്രോൾ ചെയ്യുമ്പോൾ സെറ്റിംഗ്സ് എന്ന് പറഞ്ഞ ലിങ്ക് കാണാം, അതിൽ ക്ലിക്ക് ചെയ്യുക. ഇവിടെ നമുക്ക് ഡിഫോൾട്ട് യൂണിറ്റ് US ഡോളർ ആയിരിക്കും എടുക്കുന്നത്. അത് ഇന്ത്യൻ റുപ്പി ആക്കണമെങ്കിൽ അത് സെലക്ട് ചെയ്ത് കൊടുക്കാം. ഇതൊന്നും ഇമ്പോർട്ടൻ്റ് അല്ല, ഡിഫോൾട്ട് തന്നെ കിടന്നാലും കുഴപ്പമൊന്നുമില്ല. അല്ല, ചാനൽ ലിങ്കിനകത്ത് പോയി കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ കൺട്രി സെലക്ട് ചെയ്ത് കൊടുക്കാൻ പറ്റും. ചാനലിൻ്റെ കീവേഡ്സ് നമുക്ക് കൊടുക്കാം. ഇത് എന്ത് റിലേറ്റഡ് ചാനൽ ആളുകൾ സെർച്ച് ചെയ്യുമ്പോൾ നമ്മുടെ ചാനൽ കിട്ടണമെന്നുണ്ടെങ്കിൽ അത് റിലേറ്റഡ് കീവേഡ്സ് മാക്സിമം എത്ര 500 ക്യാരക്ടേഴ്സ് നമുക്ക് ആഡ് ചെയ്യാൻ പറ്റും. അത്രയും കീവേഡ്സ് തന്നെ എൻ്റർ ചെയ്ത് കൊടുക്കാം. ഞാനൊരു സാമ്പിളായിട്ട് കുറച്ചെണ്ണം മാത്രമേ എൻ്റർ ചെയ്യുന്നുള്ളൂ. ഇത് നമുക്ക് അപ്ലോഡ് ഡിഫോൾട്ട് സെറ്റ് ചെയ്യാം. ചാനലിൻ്റെ ടൈറ്റിലൊക്കെ നമുക്ക് എന്തെങ്കിലും എല്ലാ വീഡിയോയിലും നമ്മുടെ ചാനലിൻ്റെ ടൈറ്റിലിനകത്ത് എന്തെങ്കിലും പർട്ടിക്കുലർ വേർഡ്സ് കാണിക്കുന്നുണ്ടെങ്കിൽ നമ്മൾ ഓരോ തവണ എൻ്റർ ചെയ്ത് കൊടുക്കേണ്ട കാര്യമില്ല, നമുക്ക് ഡിഫോൾട്ടായിട്ട് സെറ്റ് ചെയ്ത് കൊടുക്കാം. ഞാനിപ്പോൾ തൽക്കാലം ചാനലിൻ്റെ പേര് തന്നെ എല്ലാ വീഡിയോയുടെയും ടൈറ്റിലിൻ്റെ കൂടെ ചാനലിൻ്റെ പേര് കാണിക്കാൻ വേണ്ടി അത് കൊടുത്തു. അതുപോലെ ഡിസ്ക്രിപ്ഷനകത്ത് ഇപ്പോൾ നമ്മുടെ കോൺടാക്ട് നമ്പേഴ്സോ അല്ലെങ്കിൽ ഡിസ്ക്ലെയിമറോ വാട്സപ്പ് ഗ്രൂപ്പിൻ്റെയൊക്കെ കൊടുക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഓരോ വീഡിയോയിലും അത് അപ്ലോഡ് ചെയ്യേണ്ട കാര്യമില്ല, നമുക്ക് ഡിഫോൾട്ടായിട്ട് സെറ്റ് ചെയ്ത് കൊടുക്കാം. വിസിബിലിറ്റി പബ്ലിക് ആക്കി കൊടുക്കുക. അതുപോലെ വീഡിയോയുടെ ടാഗുകളും നമുക്കൊരു വീഡിയോയിൽ എല്ലാ വീഡിയോയിലും കാണിക്കുന്ന ടാഗ് കോമൺ ടാഗ് ഉണ്ടെങ്കിൽ അതും ഇവിടെ എൻ്റർ ചെയ്ത് കൊടുക്കാം. ബാക്കിയെല്ലാം ഡിഫോൾട്ട് തന്നെ ഇട്ടാൽ മതി, ഒന്നും ഇപ്പോൾ ചേഞ്ച് ചെയ്യേണ്ട കാര്യമില്ല. സേവ് ചെയ്യുക. മോണിറ്റൈസേഷൻ നമുക്ക് ഇപ്പോൾ ഒന്നും ചെയ്യേണ്ട, അത് നമ്മൾ എലിജിബിൾ ആയി കഴിയുമ്പോൾ നോട്ടിഫിക്കേഷൻ കിട്ടും, ആ സമയത്ത് കസ്റ്റമൈസ് ചെയ്താൽ മതിയെങ്കിൽ അത് സെറ്റിങ്സ് കോൺഫിഗർ ചെയ്താൽ മതി. ഇപ്പോൾ നമ്മുടെ യൂട്യൂബ് ചാനലിൻ്റെ കസ്റ്റമൈസേഷൻ പാർട്ട് നമ്മൾ കംപ്ലീറ്റ് ചെയ്തു. നമ്മുടെ ഐക്കണിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ വ്യൂ ചാനൽ കൊടുത്തു കഴിഞ്ഞാൽ അല്ലെങ്കിൽ യുവർ ചാനൽ ക്ലിക്ക് ചെയ്താൽ നമുക്ക് നമ്മുടെ ചാനൽ കാണാൻ സാധിക്കും. ഇപ്പോൾ നമ്മൾ വീഡിയോ ഒന്നും അപ്ലോഡ് ചെയ്തിട്ടില്ല. അപ്പോൾ നമ്മുടെ നെക്സ്റ്റ് സ്റ്റെപ്പിൽ നമ്മൾ ചെയ്യാൻ പോകുന്നത് ഒരു വീഡിയോ അപ്ലോഡ് ചെയ്യുക എന്നുള്ളതാണ്. വീഡിയോ നമുക്ക് 2 വിധത്തിൽ അപ്ലോഡ് ചെയ്യാം. ഒന്നെങ്കിൽ ഈ മുകളിൽ കാണിക്കുന്ന പ്ലസ് ബട്ടണിൽ ക്ലിക്ക് കഴിഞ്ഞാൽ അപ്ലോഡ് വീഡിയോ ഓപ്ഷൻ വരും. അതല്ല, നമ്മുടെ ചാനൽ എടുത്ത് കഴിയുമ്പോൾ തന്നെ ഫസ്റ്റ് വീഡിയോ അപ്ലോഡ് ചെയ്യാനായിട്ട് അപ്ലോഡ് വീഡിയോ എന്നൊരു ബട്ടൺ കാണാൻ പറ്റും. ഈസി മെത്തേഡ് ഏറ്റവും മുകളിൽ കാണുന്ന ആ ഒരു ലിങ്ക് യൂസ് ചെയ്യുന്നതാണ്. അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഡയറക്റ്റ് വീഡിയോ അപ്ലോഡ് ചെയ്യുന്ന ഓപ്ഷൻ കിട്ടും. ഞാനപ്പോൾ ഒരു സാമ്പിൾ വീഡിയോ ഞാൻ ഓൾറെഡി സേവ് ചെയ്തിരിക്കുന്ന സാമ്പിൾ വീഡിയോ ഞാൻ സെലക്ട് ചെയ്ത് കൊടുക്കുകയാണ്. ഇനി നമുക്ക് ഇതിൻ്റെ ഡീറ്റെയിൽസ് എല്ലാം ആഡ് ചെയ്യണം. ആദ്യം തന്നെ ടൈറ്റിൽ ഇമ്പോർട്ടൻ്റ് ആണ്. 100 ക്യാരക്ടേഴ്സ് നമുക്ക് പറ്റും. അപ്പോൾ ഏറ്റവും കൂടുതൽ ആ ഒരു വീഡിയോയുടെ ഏറ്റവും മാച്ച് ചെയ്യുന്ന ടൈറ്റിൽ തന്നെ കൊടുക്കാൻ നോക്കുക. ഞാനിപ്പോൾ ഇവിടെ കൊടുക്കുന്നതെല്ലാം സാമ്പിളാണ്. അപ്പോൾ അത് അത്രയും മാച്ചിങ് ആയിട്ട് അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ സെർച്ച് വരുന്ന അല്ലെങ്കിൽ ആ വീഡിയോ റിലേറ്റഡ് ആകണമെന്നില്ല. ഞാൻ അപ്ലോഡ് ചെയ്ത വീഡിയോ വാഗമണിലൂടെയുള്ളൊരു യാത്രയുടെയാണ്, അതുകൊണ്ട് തന്നെ ഞാൻ അതിന് ആ ടൈറ്റിൽ തന്നെയാണ് കൊടുക്കുന്നത്. ഇനി വീഡിയോയുടെ ഒരു ഡിസ്ക്രിപ്ഷൻ ആഡ് ചെയ്യുക. എന്താണ് വീഡിയോ എന്നുള്ളത്, ഇത് നമുക്ക് 5000 ക്യാരക്ടേഴ്സ് പറ്റും. അപ്പോൾ ഏറ്റവും ഡീറ്റെയിൽ ആയിട്ടൊരു ഡിസ്ക്രിപ്ഷൻ കൊടുക്കുന്നത് നല്ലത്. നമ്മുടെ വീഡിയോ ഡിസ്ക്രൈബ് ചെയ്യുന്ന എന്തെല്ലാം കാര്യങ്ങൾ നമുക്ക് അതിനകത്ത് ആഡ് ചെയ്യാൻ പറ്റുമോ ആ കാര്യങ്ങളെല്ലാം ആഡ് ചെയ്യാൻ നോക്കുക. കാരണം ഇത് നമ്മളുടെ വീഡിയോ യൂട്യൂബിലൊക്കെ സെർച്ചിൽ കയറി വരുന്നതിന് ഒരു ഇമ്പോർട്ടൻറ്റ് പാർട്ടാണ്. പലരും ഇതൊന്നും ശ്രദ്ധിക്കാറില്ല. പക്ഷേ ഇത് മാക്സിമം കീവേഡ്സ് ആഡ് ചെയ്തുകൊണ്ട് എന്തൊക്കെ ഡാറ്റ നമുക്ക് അതിനകത്ത് കൊടുക്കാൻ പറ്റുമോ അതെല്ലാം കൊടുക്കാൻ നോക്കുക. ഞാനിപ്പോൾ കൂടുതൽ കൊടുക്കുന്നില്ല, ജസ്റ്റ് ഒരു 1 or 2 ലൈൻസേ കൊടുക്കുന്നുള്ളൂ. ഇനി നമുക്ക് തമ്പനെയിൽ ആഡ് ചെയ്യണം. തമ്പനെയിൽ ആഡ് ചെയ്യാൻ വേണ്ടി നമുക്ക് ആദ്യം ഒരു തമ്പനെയിൽ ക്രിയേറ്റ് ചെയ്യണം. അത് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി വീണ്ടും നമ്മുടെ നേരത്തെ യൂസ് ചെയ്ത ക്യാൻവാസ് സൈറ്റിനകത്ത് പോവുക, യൂട്യൂബ് തമ്പനെയിൽ എന്ന് സെർച്ച് ചെയ്ത് കൊടുക്കുക. ഒരുപാട് സാമ്പിൾസ് കാണിക്കും. ഞാൻ ജസ്റ്റ് ട്രാവൽ എന്നും കൂടെ ആഡ് ചെയ്യാണ് കൂടുതൽ മാച്ചിങ് ആയിട്ടുള്ള കിട്ടാൻ വേണ്ടി. ഇതിൽ ഫ്രീ ആയിട്ടുള്ള ഏതെങ്കിലും ഒരു തമ്പനെയിൽ സെലക്ട് ചെയ്യുക. നമുക്ക് നമ്മുടെ ഇമേജ് തന്നെയൊക്കെ യൂസ് ചെയ്യാം. ബാക്ക്ഗ്രൗണ്ടിൽ കൊടുത്ത ഇമേജൊക്കെ യൂസ് ചെയ്യാൻ തൽക്കാലം ഈ തന്നിരിക്കുന്നത് തന്നെയാണ് യൂസ് ചെയ്യുന്നത്. ഈ ഒരു ടെക്സ്റ്റ് എനിക്ക് വേണ്ട ഡിലീറ്റ് ചെയ്ത് കളയാണ്. ഇനി താഴെ ഹൈക്കിംഗ് എന്നുള്ള അത് മാറ്റിയിട്ട് ഞാൻ പകരം എൻ്റെ വീഡിയോ എന്താണോ അത് റിലേറ്റഡ് ആയിട്ടുള്ള ടൈറ്റിൽ അല്ലെങ്കിൽ ഒരു കീവേഡ് കൊടുക്കുകയാണ്. തമ്പനെയിൽ കൊടുക്കുമ്പോഴും ആളുകൾ ക്ലിക്ക് ചെയ്യാൻ സാധ്യതയുള്ള നമ്മുടെ വീഡിയോയുമായിട്ട് ഏറ്റവും കൂടുതൽ മാച്ച് ചെയ്യുന്ന തമ്പനെയിൽ തന്നെ കൊടുക്കാൻ നോക്കുക. വ്യൂസ് വരുന്നതിൽ തമ്പനെയിലിൻ്റെ ഒരു വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പങ്കുണ്ട്. ഞാൻ ഇതിൻ്റെ സൈസൊക്കെ ഒന്ന് കൂട്ടി കൊടുക്കുകയാണ്. ഇതൊരു PNG ഫയലായിട്ട് ഡൗൺലോഡ് ചെയ്തെടുക്കുക. ഇത് നമ്മുടെ ചാനലിനകത്ത് പോയിട്ട് അപ്ലോഡ് തമ്പനെയിൽ നിന്ന് കൊടുക്കുക. ഫസ്റ്റ് ടൈം നമ്മൾ ചാനൽ ക്രിയേറ്റ് ചെയ്ത് കഴിയുമ്പോൾ ഒരു വെരിഫിക്കേഷൻ പ്രോസസ്സ് ഉണ്ട്. തമ്പനെയിൽ ചേഞ്ച് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മളുടെ മൊബൈൽ നമ്പർ കൊടുത്ത് വെരിഫൈ ചെയ്യണം. അപ്പോൾ വെരിഫൈയിൽ ക്ലിക്ക് ചെയ്യുക. ഇതൊരു ഫസ്റ്റ് ടൈം മാത്രം ചെയ്താൽ മതി, എല്ലാ തവണയും ചെയ്യേണ്ട കാര്യമല്ല. ഫസ്റ്റ് ചാനൽ ക്രിയേറ്റ് ചെയ്ത് കഴിയുമ്പോൾ ഒരു വെരിഫിക്കേഷൻ പ്രോസസ്സ് ഉള്ളതാണ്.
മൊബൈൽ നമ്പർ എൻ്റർ ചെയ്ത് കൊടുക്കുക. ഗെറ്റ് കോഡ് എന്നുള്ള ലിങ്കിൽ ക്ലിക്ക് ചെയ്യുക. ഇപ്പോൾ മൊബൈലിലേക്ക് ഒരു മെസ്സേജ് വരും. ആ ഒരു കോഡ് എൻ്റർ ചെയ്ത് കൊടുക്കുക. ഇപ്പോൾ നമ്മളുടെ ഫോൺ നമ്പർ വെരിഫൈഡ് ആയി. ഇനി നമുക്ക് നമ്മുടെ ചാനലിൽ പോയി കഴിഞ്ഞിട്ട് അപ്ലോഡ് തമ്പനെയിൽ എന്ന് കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ ക്രിയേറ്റ് ചെയ്തിട്ടുള്ള തമ്പനെയിൽ നമുക്ക് അപ്ലോഡ് ചെയ്ത് കൊടുക്കാൻ സാധിക്കും. ഇപ്പോൾ തമ്പനെയിൽ ചേഞ്ച് ചെയ്തു. ഇനി പ്ലേലിസ്റ്റ് നമുക്ക് കുറച്ച് വീഡിയോസൊക്കെ ആയി കഴിയുമ്പോൾ നമുക്ക് കാറ്റഗറി തിരിച്ച് പ്ലേലിസ്റ്റ് വേണമെങ്കിൽ കൊടുക്കാം. അത് ആ സമയത്ത് കൊടുത്താൽ മതി. അതുപോലെ ഇത് കുട്ടികൾക്കുള്ള വീഡിയോ ആണോ അല്ലേ എന്നുള്ള കാര്യം നമുക്ക് മാർക്ക് ചെയ്ത് കൊടുക്കാം. ഷോ മോറിൽ ക്ലിക്ക് ചെയ്യാൻ നമുക്ക് ആ വീഡിയോയുടെ ടാഗ്സ് കൊടുക്കാൻ പറ്റും. നമുക്ക് ഡിഫോൾട്ട് കൊടുത്ത ടാഗ് അവിടെ കിടപ്പുണ്ട്. അതിൻ്റെ പുറകെ നമുക്ക് ഇവിടെയും 500 ക്യാരക്ടേഴ്സ് നമുക്ക് എൻ്റർ ചെയ്യാൻ പറ്റും. അപ്പോൾ ഇവിടെയും നമ്മുടെ വീഡിയോയുമായിട്ട് മാച്ച് ചെയ്യുന്ന കുറച്ച് ടാഗ്സ് എൻ്റർ ചെയ്ത് കൊടുക്കുക. താഴോട്ട് സ്ക്രോൾ ചെയ്യുക. ബാക്കിയെല്ലാം ഡിഫോൾട്ട് ഇട്ടാൽ മതി. നെക്സ്റ്റിൽ ക്ലിക്ക് ചെയ്യുക. ഇവിടെ നമുക്കൊരു എൻഡ് സ്ക്രീനും കാർഡ്സും ആഡ് ചെയ്യാൻ പറ്റും. എൻഡ് സ്ക്രീൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ വീഡിയോയുടെ ലാസ്റ്റ് വരുമ്പോൾ നമുക്ക് നമ്മൾ തന്നെ വേറൊരു വീഡിയോ പ്രൊമോട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് ആ വീഡിയോയിലേക്ക് ലിങ്ക് കൊടുക്കാൻ പറ്റും. അപ്പോൾ അത് ചെയ്യാൻ വേണ്ടി നമുക്ക് ഏതെങ്കിലും ഒരു വ്യൂ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ബെസ്റ്റ് വ്യൂവറായിട്ടോ അല്ലെങ്കിൽ സ്പെസിഫിക് വീഡിയോ ആയിട്ടോ അല്ലെങ്കിൽ റീസെൻറ്റ് അപ്ലോഡോ ഏതാ വേണ്ടതെന്ന് സെലക്ട് ചെയ്ത് കൊടുക്കാം. അതുപോലെ നമ്മുടെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനുള്ള ഒരു ബട്ടൺ കൊടുക്കണമെങ്കിൽ അത് നമുക്ക് കൊടുക്കാൻ പറ്റും. ഇത് ഏത് ടൈമിലാണ് കാണിക്കേണ്ടതെന്നുള്ള ലാസ്റ്റ് ആ ടൈം ലൈനിൽ നമുക്ക് സ്ക്രോൾ ചെയ്ത് അല്ലെങ്കിൽ ഡ്രാഗ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ ആ ടൈം വരുമ്പോൾ നമ്മുടെ വീഡിയോയിൽ കൊടുത്ത വീഡിയോ ലിങ്ക് കാണിക്കാൻ തുടങ്ങും. ഇത് സേവ് ചെയ്യുക. ഇതുപോലെ തന്നെയാണ് നമുക്ക് കാർഡ്സ് ആഡ് ചെയ്യാൻ പറ്റും. കാർഡ് എന്ന് പറഞ്ഞാൽ നമ്മുടെ വീഡിയോയുടെ ഇടയ്ക്കൊക്കെ ഐ ബട്ടൺസ് വരാറുണ്ട്. നമുക്കൊരു വേറെ വീഡിയോയിലേക്ക് ലിങ്ക് കൊടുക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് ആ വീഡിയോ ആയിട്ടോ പ്ലേലിസ്റ്റ് ആയിട്ടോ അല്ലെങ്കിൽ ചാനലിൻ്റെ ലിങ്കോ കൊടുക്കണമെന്നുണ്ടെങ്കിൽ അങ്ങനെ ആഡ് ചെയ്യാം. ഇപ്പോൾ നമുക്ക് വേറെ ആഡ് ചെയ്യാനൊന്നും ഇല്ലാത്തതുകൊണ്ട് നമ്മൾ ചെയ്യുന്നില്ല. അതുപോലെ നമുക്ക് ഏത് ടൈമിലാണ് കാണിക്കേണ്ടതെന്നുള്ളത് നമുക്ക് സെറ്റ് ചെയ്ത് കൊടുക്കാൻ പറ്റും. അത് സേവ് ചെയ്യുക. ഇനി നെക്സ്റ്റ് ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. ഇതൊരു കോപ്പിറൈറ്റ് ചെക്കാണ്. നമുക്ക് ഇഷ്യൂസ് ഒന്നും ഇല്ല. നെക്സ്റ്റിൽ ക്ലിക്ക് ചെയ്യാൻ നമുക്ക് ഷെഡ്യൂൾ ചെയ്യാൻ പറ്റും. അതായത് നമുക്ക് വീഡിയോ ഇപ്പോൾ പബ്ലിഷ് ചെയ്യണം. ഇത് പ്രൈവറ്റ് ആയിട്ട് നമ്മൾ തന്നെ അയച്ചു കൊടുക്കുന്ന അല്ലെങ്കിൽ ആഡ് ചെയ്യുന്ന പീപ്പിൾസിന് മാത്രം കാണാൻ പറ്റുന്ന പോലെ സെറ്റ് ചെയ്യണം. അതല്ല പബ്ലിക്കായിട്ട് വേണം. ഇനി വേറൊരു സമയത്ത് പബ്ലിഷ് ചെയ്യാൻ വേണ്ടി ഷെഡ്യൂൾ ചെയ്യണം. ഇത് നമുക്ക് സെറ്റ് ചെയ്ത് കൊടുക്കാം. ഷെഡ്യൂൾ ആണെങ്കിൽ ഏത് ടൈമിലാണ് വേണ്ടത് നമുക്ക് കൊടുക്കാൻ പറ്റും. അതല്ല നമുക്ക് ഇപ്പോൾ തന്നെ പബ്ലിഷ് ചെയ്യാനാണെന്നുണ്ടെങ്കിൽ ഡയറക്റ്റ് പബ്ലിഷ് ഓപ്ഷൻ എടുക്കുക. പബ്ലിഷ് എന്ന് ലിങ്കിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമ്മൾ വീഡിയോ പബ്ലിഷ് ചെയ്ത് കഴിഞ്ഞു. നമ്മുടെ വീഡിയോ ഇപ്പോൾ ലൈവായി. നേരെ ഡാഷ്ബോർഡിൽ പോയി നോക്കിയാൽ കാണാം നമ്മുടെ ലേറ്റസ്റ്റ് വീഡിയോ ആയിട്ട് നമ്മളിപ്പോൾ അപ്ലോഡ് ചെയ്ത വീഡിയോ കാണിക്കുന്നുണ്ട്. നമ്മുടെ ചാനൽ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ നമ്മളിപ്പോൾ അപ്ലോഡ് ചെയ്ത വീഡിയോ അവിടെ കാണിക്കും. വീഡിയോയിൽ ക്ലിക്ക് കഴിഞ്ഞാൽ നമ്മൾ അപ്ലോഡ് ചെയ്ത വീഡിയോ നമുക്കിപ്പോൾ കാണാൻ പറ്റും. ഈ ഒരു ചാനലും ഈ ഒരു വീഡിയോയും ഇപ്പോൾ യൂട്യൂബിൽ ലൈവാണ്. ഇത് ആർക്കും സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു എക്സാക്റ്റ് ആയിട്ടുള്ള ടൈറ്റിലൊക്കെ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഈ വീഡിയോ ആർക്ക് വേണമെങ്കിലും കിട്ടും. ഇനി നമ്മുടെ ചാനലിൻ്റെ ഹോം എടുത്ത് നമുക്ക് നേരത്തെ നമ്മൾ വിട്ടുപോയ ഒരു 2 സെറ്റിങ്സ് കൂടെ ഒന്ന് കംപ്ലീറ്റ് ചെയ്യാം. കസ്റ്റമൈസേഷനകത്ത് പോയി കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ ചാനൽ ട്രെയിലറായിട്ട് നമ്മളിപ്പോൾ ആഡ് ചെയ്ത വീഡിയോ, അതായത് ഫസ്റ്റ് ടൈം നമ്മൾ ചാനൽ വരുന്ന ആൾക്ക് എന്താണോ കാണിക്കേണ്ടത് അതും, അതല്ല റിട്ടേൺ ഒരു സബ്സ്ക്രൈബ് ചെയ്ത ആളുകൾക്ക് എന്താണ് കാണിക്കേണ്ടത് എന്നുള്ളത് നമുക്ക് സെറ്റ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് പബ്ലിഷ് ചെയ്യുക. ഇപ്പം നമ്മളുടെ യൂട്യൂബ് ചാനലിൻ്റെ കംപ്ലീറ്റ് പ്രോസസ്സ് കഴിഞ്ഞു. നമ്മൾ ചാനൽ ക്രിയേറ്റ് ചെയ്തു, അത് കസ്റ്റമൈസ് ചെയ്തു, വീഡിയോ അപ്ലോഡ് ചെയ്തു, വീഡിയോയ്ക്ക് വേണ്ട ഡീറ്റെയിൽസ് എല്ലാം കൊടുത്തു. ചാനലിനാണെങ്കിലും ചാനൽ ആർട്ട്, അതുപോലെ ഡിസ്ക്രിപ്ഷൻ, പ്രൊഫൈൽ പിക്ചർ എല്ലാ കാര്യങ്ങളും കൊടുത്തു. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് നമ്മുടെ യൂട്യൂബ് ചാനൽ കംപ്ലീറ്റ് ആയി. അപ്പോൾ ഇത്രയും സ്റ്റെപ്സ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു കംപ്ലീറ്റ് യൂട്യൂബ് ചാനൽ ഇപ്പോൾ നമ്മുടെ കയ്യിലുണ്ട്. ഇനി ബാക്കി ഇത് നമ്മൾ എങ്ങനെ ഇതിനകത്ത് വീഡിയോസ് ഇടുന്നു, പ്രൊമോട്ട് ചെയ്യുന്നു എന്നനുസരിച്ചായിരിക്കും ഇതിൻ്റെ ഒരു സക്സസ് എന്ന് പറയുന്നത്. കരിയർ അല്ലെങ്കിൽ IT ജോബ് റിലേറ്റഡ് ആയിട്ട് എന്ത് സപ്പോർട്ട് വേണമെങ്കിലും വൺ ടീം സൊല്യൂഷൻസിനെ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ.